ചെകുത്താന്റെ എപ്പിസോഡ് 18ലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥ തുടങ്ങുമ്പോൾ കപാലി കാൽമുഖിയോട് പോകാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ കാൽമുഖി കപാലിക്ക് ഒരു പൊടി കഴിക്കാൻ കൊടുക്കുന്നു. ആ പൊടി കഴിച്ച ഉടൻ തന്നെ കപാലിയുടെ ആത്മാവ് നിക്കി വളർന്ന ഓർഫനേജിന്റെ മുമ്പിൽ എത്തുകയാണ്. ഓർഫനേജിന്റെ അടുത്തേക്ക് പോകുന്ന കപാലി ഒരു കൊച്ചു പെൺകുട്ടി ഒരു കുഞ്ഞിനെ അവിടെയുള്ള തൊട്ടിലിൽ കിടത്തുന്നത് കാണുകയാണ്. തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് കപാലിക്ക് ആ പെൺകുട്ടിയുടെ മുഖം കാണാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും തിരിച്ചു പോകേണ്ട സമയം വരികയും കപാലി തിരിച്ചു പോവുകയും ചെയ്യുന്നു. ശേഷം കപാലി കാൽമുഖിയുടെ അടുത്ത് എത്തുന്നു. മറുവശത്ത് നിക്കി ആ കിണറ്റിന്റെ അകത്തുള്ള മണ്ണ് മാറ്റി നോക്കുകയാണ്. അപ്പോൾ നിക്കിക്ക് ദേവിയുടെ ശൂലവും പിന്നെ കുറച്ച് ബുക്കുകളും പ്രതിമയും മറ്റും കിട്ടുകയാണ്. ഇതേ സമയം ആരോഹി നിക്കിയെ അന്വേഷിച്ച് നടക്കുകയാണ്. തുടർന്ന് കപാലി എനിക്ക് ഒരിക്കൽ കൂടി അവിടെ പോകണം, ആ പെൺകുട്ടിയെ എനിക്കറിയാം, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് കാൽമുഖിയോട് പറയുമ്പോൾ കാൽമുഖി ആ പൊടി വീണ്ടും കൊടുക്കുകയും അത് കഴിച്ച ഉടൻ തന്നെ കപാലി തിരിച്ചു പോവുകയും ചെയ്യുന്നു. അവിടെ എത്തുന്ന കപാലി ആ പെൺകുട്ടിയെ പോകുന്നതിന്റെ പുറകെ പോവുകയാണ്. കുറച്ചു ദൂരം പോകുമ്പോൾ ആ പെൺകുട്ടി അവിടെ നിൽക്കുന്നു. എന്നിട്ട് ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കുകയാണ്. ആ പെൺകുട്ടിയുടെ മുഖം കാണുന്ന കപാലി വിശ്വസിക്കാൻ കഴിയാതെ ഞെട്ടി നിൽക്കുകയാണ്. പേടിച്ച് താഴെ വീഴുന്ന കപാലി ആ പെൺകുട്ടിയെ നോക്കി ബാലദേവി എന്ന് വിളിക്കുകയാണ്. ബാലദേവി മുമ്പോട്ട് നടക്കുമ്പോൾ പേടി തോന്നുന്ന കപാലി പുറകിലോട്ട് പോവുകയാണ്. കുറച്ചു കഴിയുമ്പോൾ അട്ടഹസിച്ച് ചിരിക്കുന്ന ബാലദേവി കപാലിയോട് നീ ഇരുട്ടിൽ ജീവിക്കുകയാണ് കപാലി, നിങ്ങളെപ്പോലുള്ള ദുഷ്ടരെ ഇല്ലാതാക്കാൻ വേണ്ടി ദൈവം ഒരു മനുഷ്യ ജന്മത്തെ സൃഷ്ടിച്ചു, അതിന്റെ പേരാണ് നിക്കി. ഉടൻ തന്നെ നിങ്ങളെല്ലാവരെയും നിക്കി കൊല്ലുമെന്ന് പറഞ്ഞ് അട്ടഹസിച്ച് ചിരിക്കുകയാണ് ബാലദേവി. തുടർന്ന് തിരിച്ചു വരുന്ന കപാലി കാൽമുഖിയോട് നിക്കിക്ക് ശക്തികൾ കിട്ടുന്നത് ബാലദേവിയിൽ നിന്നാണെന്ന് പറയുകയാണ്. ഇതേസമയം കിണറ്റിൽ നിന്നും പുറത്ത് എങ്ങനെ പോകുമെന്ന് ചിന്തിച്ച് നിൽക്കുകയാണ് നിക്കി. അപ്പോൾ മുകളിൽ നിന്ന് ആരോഹി നിക്കിക്ക് ഒരു കയർ താഴേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആരെങ്കിലും കാണുന്നതിന് മുമ്പ് പെട്ടെന്ന് കയറി വാ എന്ന് ആരോഹി പറയുന്നത് കേൾക്കുന്ന നിക്കി കയറിൽ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി പോവുകയാണ്. നിക്കി മുകളിൽ വരുമ്പോൾ നിക്കിയുടെ കയ്യിലിരിക്കുന്ന ശൂലം കണ്ട് പേടിച്ചു നിൽക്കുകയാണ് ആരോഹി. മറുവശത്ത് കാൽമുഖി കപാലിയോട് നിക്കിയുടെയും മാലിക്കിന്റെയും ജാതകം തമ്മിൽ നല്ല ചേർച്ചയാണ്, നിക്കി മാലിക്കിന്റെ ഭാഗ്യമാണ്, നിക്കി കൂടെ ഉണ്ടെങ്കിൽ മാലിക് ഒത്തിരി ശക്തിശാലിയാകും, നിക്കി ചെയ്യുന്ന ചടങ്ങുകൾ കൊണ്ട് മാലിക്കിന് പഴയ രൂപം തിരിച്ചു കിട്ടും, ഇതെല്ലാം മാലിക് അറിഞ്ഞാൽ മാലിക് നിക്കിയെ വിവാഹം കഴിക്കും, ഈ കാര്യം മാലിക്കിനെ നമുക്ക് അറിയിക്കാൻ കപാലി എന്ന് പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന കപാലി പോകാൻ തുടങ്ങുന്ന കാൽമുഖിയെ തന്റെ ശക്തി ഉപയോഗിച്ച് കൊല്ലുകയാണ്. ഇതെല്ലാം മറിഞ്ഞിരുന്ന് കിണറ്റിലെ ഭൂതം കാണുകയാണ്. കിണറ്റിലെ ഭൂതം മാലിക്കിന്റെ ക്യാമറയും ന്യൂസ് പേപ്പറും ആണെന്ന് പറയാം. തുടർന്ന് കപാലി ഞാനാണ് മാലിക്കിനെ സ്നേഹിക്കുന്നത്, വർഷങ്ങളായി ഞാൻ മാലിക്കിനെ വിവാഹം കഴിക്കാനായി കാത്തിരിക്കുന്നവളാണ്, ഇന്നലെ വന്നവൾക്ക് ഞാൻ മാലിക്കിനെ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന കപാലി കിണറ്റിലെ ഭൂതത്തിനെ കാണുകയാണ്. ഭൂതത്തിന്റെ അടുത്ത് പോകുന്ന കപാലി ഇവിടെ കണ്ടതൊന്നും മാലിക്കിനോട് പറയരുതെന്ന് പറയുകയാണ്. എന്നിട്ട് മാലിക് ഇതെല്ലാം അറിയുന്നതിന് മുമ്പ് എനിക്ക് നിക്കിയെ കൊല്ലണമെന്ന് പറഞ്ഞ് കപാലി അവിടെ നിന്ന് പോകുമ്പോൾ എന്നെ ഉപദ്രവിച്ചതിനെല്ലാം ഞാൻ പ്രതികാരം ചെയ്യും കപാലി എന്ന് പറയുകയാണ് കിണറ്റിലെ ഭൂതം. മറുവശത്തെ നിക്കിയോട് അതെല്ലാം എടുത്തത് എന്തിനാണെന്ന് ചോദിച്ച് വഴക്ക് പറയുകയാണ് ആരോഹി. അത് കേൾക്കുന്ന നിക്കി നമ്മൾ മാലിക്കിന്റെ അടിമയായി കഴിയാനുള്ളവരല്ല, നമുക്ക് ഈ ഭൂമിയിൽ സ്വാതന്ത്ര്യത്തോടെയും സന്തോഷത്തോടെയും കഴിയണമെങ്കിൽ മാലിക് എന്ന ചെകുത്താനെ ഇല്ലാതാക്കണം. 500 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ എനിക്കിപ്പോൾ അറിയാം, നമ്മുടെ തലമുറക്കാർ അത്യാഗ്രഹം കൊണ്ടാണ് മാലിക്കിന്റെ അടിമത്വം സ്വീകരിച്ചത്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണമെന്നില്ല, കപാലി വഴി എനിക്ക് മാലിക്കിന്റെ അടുത്ത് എത്തണം, അതിന് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ, ചേച്ചി ആരോട് ഈ കാര്യം പറയില്ല എന്ന് എനിക്ക് വാക്ക് തരണമെന്ന് നിക്കി പറയുന്നത് കേട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ആരോഹി. മറുവശത്ത് കപാലി ലോകത്തുള്ള ദുഷ്ടശക്തികളെ എല്ലാം കൂടി ഒരുമിച്ച് ആവാഹിച്ച് ഒറ്റ ശക്തിയാക്കി അതിനെ കപാലിയുടെ ശരീരത്തിലാക്കുകയാണ്. എന്നിട്ട് ഞാൻ യുദ്ധത്തിന് റെഡിയാണ് നിക്കി എന്ന് പറയുകയാണ് കപാലി. ഈ സമയം നിക്കി കിണറ്റിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ നോക്കി ഇതൊക്കെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് നിക്കിക്ക് കുട്ടിക്കാലത്ത് സ്കൂൾ എക്സ്കർഷന് പോയപ്പോൾ അമ്പലത്തിൽ കയറിയതും അവിടെ ഉണ്ടായിരുന്ന പൂജാരി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും ഓർമ്മ വരികയാണ് നിക്കിക്ക്. തുടർന്ന് നിക്കി കപാലിയെ നേരിടാൻ വേണ്ടി നൂൽ കൊണ്ട് വല പോലെ ഉണ്ടാക്കുകയും തൃശൂലം വൃത്തിയാക്കി വയ്ക്കുകയും ഗംഗാജലം കവറുകളിൽ ആക്കി വയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണ്. എന്നിട്ട് ബുക്ക് നോക്കി മന്ത്രങ്ങൾ പഠിക്കുകയാണ്. ശേഷം രാവിലെ ആരോഹിക്ക് സുഖമില്ലാത്തത് കൊണ്ട് സുഗുണ പരിശോധിക്കുകയാണ്. പരിശോധിക്കുന്ന സുഗുണ കുറച്ച് പച്ചില വേണമെന്ന് പറയുമ്പോൾ പീയൂഷ് പച്ചില കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം നിക്കി പോവല്ലേ നിക്കി എന്നൊക്കെ ഉറക്കത്തിൽ ആരോഹി പറയുന്നത് കേട്ട് എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈ സമയം നിക്കിയുടെ സൗണ്ട് കേട്ട് എല്ലാവരും നിക്കിയുടെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ വരുന്ന പീയൂഷിന്റെ അച്ഛനും അമ്മയും നിക്കിയെ വഴക്ക് പറയുകയാണ്. അത് കേൾക്കുന്ന നിക്കി എനിക്ക് മാലിക്കിനെ നേരിട്ട് കാണണം എന്ന് പറയുന്ന സമയം അവിടെ കപാലി വരുന്നുണ്ടെന്ന് അറിയുന്ന എല്ലാവരും അവിടെ നിന്ന് ഓടുകയാണ്. ഇതെല്ലാം അവിടെ മറിഞ്ഞിരുന്ന് സൗദാമിനി കാണുകയാണ്. മറുവശത്ത് പുറത്തേക്ക് പോകുന്ന പീയൂഷിന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് കപാലി വരികയാണ്. കപാലി അവരോട് നിക്കി ഇനി ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല, ഇന്ന് നിക്കിയുടെ അവസാനമാണ് എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരെയും കപാലി ശക്തി കൊണ്ട് ഉപദ്രവിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പോകുന്ന കപാലി നിക്കിയുടെ മുമ്പിൽ വരികയാണ്. കപാലിയെ കണ്ട് ചെറിയ പേടിയുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ധൈര്യത്തോടെ നിൽക്കുകയാണ് നിക്കി. അപ്പോൾ കപാലി നിക്കിയോട് നിന്നെ ഞാനാണ് ഫൂറിൻഘട്ടിലേക്ക് വെൽക്കം ചെയ്തത്, ഇന്ന് നിന്നെ ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞു വിടാനാണ് ഞാൻ വന്നതെന്ന് പറയുകയാണ് കപാലി. എന്നിട്ട് കപാലി തന്റെ ഉള്ളിലുള്ള ദുഷ്ടശക്തിയെ നിക്കിയുടെ നേരെ പ്രയോഗിച്ച് നിക്കിയെ ഉപദ്രവിക്കുകയാണ്. ഉപദ്രവിച്ചതിന് ശേഷം കപാലി നിക്കിയോട് നിന്നെ ഞാൻ പെട്ടെന്നൊന്നും കൊല്ലില്ല, കാരണം നിന്റെ പുറകിലുള്ള ആ ശക്തി നിന്നെ സഹായിക്കാൻ ഇവിടെ വരും, ഞാൻ വരുത്തും, നിന്നെ എന്തിനാണ് ബാലദേവി സഹായിക്കുന്നത് എന്ന് കപാലി ചോദിക്കുമ്പോൾ നിക്കി ചിലപ്പോഴൊക്കെ കേൾക്കുന്ന ഒരു കുട്ടിയുടെ സൗണ്ട് നിക്കി ഓർമ്മിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന നിക്കി നൂലുകൊണ്ടുണ്ടാക്കിയ വല കപാലിയുടെ പുറത്തിടുകയാണ്. എന്നിട്ട് ഗംഗാജലം കപാലിയുടെ നേരെ എറിയുകയാണ്. കപാലി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിൽ അതിന് കഴിയുന്നില്ല. കുറച്ചു കഴിഞ്ഞ് അട്ടഹസിച്ച് ചിരിക്കുന്ന കപാലി വല മാറ്റിയിട്ട് നിന്നെ പോലുള്ള സാധാരണ ഒരു മനുഷ്യന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന കപാലിയുടെ മുമ്പിൽ ശൂലമായി വരികയാണ് നിക്കി കപാലിയുടെ നേരെ ശൂലം എറിയുമ്പോൾ കപാലി അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അത് കണ്ട് പേടിച്ചു നിൽക്കുന്ന നിക്കിയെ വീണ്ടും കപാലി ഉപദ്രവിക്കുകയാണ്.
ഉപദ്രവിക്കുകയാണ്. നിക്കിയെ രക്ഷപ്പെടുത്താൻ ബാലദേവി വരുമോ എന്നറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്